കായിക ലോകത്തേക്കൊന്ന് കടന്നു ചെല്ലുകയാണ്. കോപ്പ അമേരിക്ക ഫുട്ബോളിൽ അർജന്റീന സെമിഫൈനലിൽ ഷൂട്ടൌട്ടിൽ ഇക്വഡോറിനെ 4-2 എന്ന സ്കോറിന് തോൽപ്പിച്ചാണ് അർജന്റീനയുടെ സെമി പ്രവേശനം. നിശ്ചിത സമയത്ത് ഇരു ടീമുകളും ഓരോ ഗോൾ നേടി. ഷൂട്ടൌട്ടിലേക്ക് ലയണൽ മെസ്സി പാഴാക്കിയെങ്കിലും ഗോൾ കീപ്പർ എമിലിയാനോ മാർട്ടിനസ് അർജന്റീനയുടെ രക്ഷകനായി. വിനേഷ് കുഞ്ഞിരാമൻ നമുക്കൊപ്പം ചേരുന്നു സ്പോർട്സ് ഡെസ്കിൽ നിന്ന്. ഗുഡ് മോർണിംഗ് വിനേഷ് കുഞ്ഞിരാമൻ. അർജന്റീനയ്ക്ക് അടി പതറുമോ എന്ന ആശങ്കയുണ്ടായിരുന്നോ മെസ്സിയുടെ ആദ്യ കിക്ക് പാഴാകുമ്പോൾ? ഗുഡ് മോർണിംഗ് സൂര്യ. ഒരുപക്ഷെ അർജന്റീന ആരാധകർ പോലും പറയും ഇത് അത്ര ഒരു മികച്ച പ്രകടനമായിരുന്നില്ല. സമീപകാലത്ത് കണ്ട അർജന്റീനയുടെ ആ ഒരു പ്രകടനങ്ങൾ, മികച്ച പ്രകടനങ്ങൾ ഈ ക്വാർട്ടർ ഫൈനൽ പോരാട്ടത്തിലേക്ക് വരുമ്പോൾ, കോപ്പ അമേരിക്കയുടെ ക്വാർട്ടർ ഫൈനൽ പോരാട്ടത്തിൽ ഇക്വഡോറിനെ നേരിടുമ്പോൾ അർജന്റീനയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായില്ല എന്ന കാര്യം അർജന്റീന ആരാധകർ പോലും സമ്മതിക്കും. ഒരുപക്ഷെ ഒരു കഷ്ടിച്ച് കടന്നുകൂടി എന്ന തരത്തിൽ തന്നെ പറയാൻ കഴിയും. കളിയുടെ തുടക്കത്തിൽ തന്നെ നല്ല നീക്കങ്ങൾ നടത്തിയത് ഇക്വഡോർ ആയിരുന്നു. ആദ്യത്തെ 30 മിനിറ്റുകളിൽ ഇക്വഡോറിന്റെ നല്ല നീക്കങ്ങൾ കണ്ടു. അതിനുശേഷം കളിയുടെ ഗതിക്ക് വിപരീതമായി 35-ാം മിനിറ്റിൽ അർജന്റീന ലീഡെടുക്കുകയാണ്. ഒരു കോർണർ കിക്ക് അവിടെ ലഭിക്കുകയാണ്. 35-ാം മിനിറ്റിൽ ലഭിച്ച കോർണർ കിക്ക് അത് മക്കലിസ്റ്റർ തലകൊണ്ട് പിന്നിലേക്ക് മറിച്ചു നൽകുന്നു. ലിസാൻഡ്രോ മാർട്ടിനസ്, പ്രതിരോധക്കാരനായ ലിസാൻഡ്രോ മാർട്ടിനസ് അർജന്റീനയ്ക്ക് വേണ്ടി ഗോൾ നേടുന്നു. പിന്നീട് ഗോൾ മടക്കാനുള്ള ശ്രമങ്ങൾ ഇക്വഡോറിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നു. മികച്ച മുന്നേറ്റങ്ങൾ അവർ നടത്തുകയും ചെയ്തു. ഒരു സംഘടിത ആക്രമണങ്ങൾ നടത്താൻ പക്ഷേ മറുവശത്ത് അർജന്റീനയ്ക്ക് ഇന്നത്തെ മത്സരത്തിൽ അധികം കഴിഞ്ഞില്ല എന്നതൊരു വസ്തുതയാണ്. അങ്ങനെ ഏറ്റവും ഒടുവിലേക്ക് വരുമ്പോൾ ഇഞ്ചുറി ടൈമിലേക്ക് എത്തുകയാണ്. ഒറ്റ ഗോൾ വിജയവുമായി അർജന്റീന സെമി ഫൈനലിലേക്ക് ഉറപ്പിച്ച സമയമായിരുന്നു അത്. ആ സമയത്താണ് ഇക്വഡോറിന്റെ സമനില ഗോൾ വരുന്നത്. കെവിൻ റോഡ്രിഗസിന്റെ ഗോൾ 90 മിനിറ്റും പിന്നിട്ടപ്പോഴാണ് കെവിൻ റോഡ്രിഗസിന്റെ ഗോൾ വരുന്നത്. ഈ കോപ്പ അമേരിക്കയുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഈ ക്വാർട്ടറിലും സെമി ഫൈനലിലും ഒന്നും എക്സ്ട്രാ ടൈം ഇല്ല. അതുകൊണ്ട് തന്നെ 90 മിനിറ്റ് കഴിഞ്ഞാൽ, നിശ്ചിത സമയം കഴിഞ്ഞാൽ നേരിട്ട് ഷൂട്ടൗട്ടിലേക്ക് പോവുകയാണ് പതിവ്. ഫൈനലിൽ മാത്രമാണ് അധിക സമയം അനുവദിക്കുക, എക്സ്ട്രാ ടൈം അനുവദിക്കുക. അതുകൊണ്ട് തന്നെ 90 മിനിറ്റ് കഴിയുമ്പോൾ 1-1 എന്നുള്ള നിലയിൽ ഇരു ടീമുകളും തുല്യത പാലിക്കുകയാണ്. പിന്നീട് ഷൂട്ടൗട്ടിലേക്ക് കളിയെത്തുന്നു. ഷൂട്ടൗട്ടിലേക്ക് വരുമ്പോൾ ആദ്യ കിക്ക് എടുക്കാൻ എത്തിയത് അർജന്റീനയുടെ നായകൻ ലയണൽ മെസ്സിയാണ്. കളിയിലുടനീളം അർജന്റീന നായകന് ഇന്ന് കാര്യമായ പ്രകടനങ്ങൾ, മികച്ച പ്രകടനങ്ങൾ നടത്താൻ കഴിഞ്ഞിരുന്നില്ല. ഒരേ ഒരു ഷോട്ടാണ് ലക്ഷ്യത്തിലേക്ക് അദ്ദേഹത്തിന് പായിക്കാൻ കഴിഞ്ഞത്. അതുകൊണ്ട് ഒരുപക്ഷെ ഒരു സമ്മർദ്ദവും അദ്ദേഹത്തിൻ്റെ മുഖത്ത് കാണാൻ കഴിയുന്നുണ്ടായിരുന്നു. ഒരു പനാങ്ക കിക്കിലൂടെ അനായാസം ഗോൾ നേടാം എന്നുള്ളൊരു പ്രതീക്ഷയിലായിരുന്നു അർജന്റീന നായകൻ ലയണൽ മെസ്സി വന്നത്. പക്ഷേ അത് ബാറിൽ തട്ടി തെറിക്കുന്നു. ലോകം മുഴുവനുള്ള അർജന്റീന ആരാധകർ ഞെട്ടിത്തരിച്ചു നിന്ന ഒരു നിമിഷമായിരുന്നു അത്. ആദ്യ കിക്ക് അർജന്റീന നായകൻ പാഴാക്കുന്നു. 2015-16 ആ സമയത്തൊക്കെയുള്ള കോപ്പ മത്സരങ്ങൾ, ചിലിക്കെതിരെയുള്ള ആ പെനാൽറ്റി നഷ്ടമൊക്കെ ഒരുപക്ഷെ ആരാധകരുടെ മനസ്സിലേക്ക് കടന്നു വന്ന ഒരു സമയമായിരുന്നു. പക്ഷേ അവിടെയാണ് വീണ്ടും എമിലിയാനോ മാർട്ടിനസ്, ദിബു മാർട്ടിനസ് അർജന്റീനയുടെ രക്ഷകനായി, മാലാഗിയായി അവതരിക്കുന്നത്. കഴിഞ്ഞ കോപ്പ അമേരിക്കയിൽ കൊളംബിയക്കെതിരായ മത്സരത്തിൽ കണ്ടതുപോലെ, കഴിഞ്ഞ ലോകകപ്പിൽ നെതർലൻഡ്സിനെതിരായ മത്സരത്തിൽ കണ്ടതുപോലെ, ഫൈനലിൽ ഫ്രാൻസിനെതിരായ മത്സരത്തിൽ കണ്ടതുപോലെ ആദ്യത്തെ ഈ ഇക്വഡോറിന്റെ ആദ്യ 2 കിക്കുകളും തടുത്തിട്ടുകൊണ്ട് എമിലിയാനോ മാർട്ടിനസ് അർജന്റീനയുടെ രക്ഷകനായി ഒരിക്കൽ കൂടി വരുന്നത് കണ്ടു. അങ്ങനെ ആ 2 കിക്കുകളും തടഞ്ഞതോടുകൂടി അർജന്റീന താരങ്ങൾക്ക് കൂടുതൽ ആത്മവിശ്വാസം ലഭിക്കുന്നു. തുടർന്നുള്ള എല്ലാ കിക്കുകളും അവർ ലക്ഷ്യത്തിലേക്ക് എത്തിക്കുന്നു. ഏറ്റവും ഒടുവിൽ ഒറ്റാമെൻഡിയുടെ കിക്ക് കൂടി ലക്ഷ്യത്തിലേക്ക് എത്തിയതോടെ 4-2 എന്നുള്ള സ്കോറിന് വിജയം സ്വന്തമാക്കുന്നു. സെമി ഫൈനൽ ബർത്തും അവസാന നാലിലേക്കുള്ള ടിക്കറ്റും അർജന്റീന ഉറപ്പിച്ചു. ഓക്കെ, താങ്ക് യു വിനേഷ് കുഞ്ഞിരാമൻ. ആ കളി കണ്ടതുപോലെ തന്നെയുണ്ട്. മത്സരത്തിൽ അർജന്റീനയ്ക്ക് ഒപ്പത്തിനൊപ്പം നിൽക്കുന്ന പ്രകടനം നടത്തിയാണ് ഇക്വഡോർ അർജന്റീനയെ ഒന്ന് കാര്യമായി വിറപ്പിച്ചത് എന്നുള്ളത് വ്യക്തമാണ്. വിനേഷ് കുഞ്ഞിരാമനാണ് സ്പോർട്സ് ഡെസ്കിൽ നിന്ന് ക്യൂക്ക് അപ്ഡേറ്റ്സുമായി നമുക്കൊപ്പം ചേർന്നത്.